ഗൈസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ സിനിമയും കണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു, രാവിലത്തെ ഈ സിനിമയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം. രാവിലെ ഞാൻ കണ്ട സിനിമ നരിവേട്ടൻ്റെ ഡയറക്ടർ അരുരാജ് മനോഹർ ആണ്. അതെ, പുള്ളി ഇഷ്ക് എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഡയറക്ടറാണ്. ഞാനത് അറിയാൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ നോക്കിയപ്പോഴും പെട്ടെന്ന് അത് എടുത്ത് കാണിച്ചില്ലെന്ന് തോന്നുന്നു. ഞാനത് നോട്ടീസ് ചെയ്തില്ല ഇഷ്കിൻ്റെ ഡയറക്ടറാണെന്ന്. ബ്രോ, ഇഷ്ക് കിടിലൻ പടമായിരുന്നു. ഇതും അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെയാണ് എന്ന് എനിക്ക് പറയാനുണ്ട്, നരിവേട്ട. അപ്പോൾ അതിനെ ഒന്ന് എടുത്ത് പറയണമെന്ന് തോന്നിപ്പോയി. നമുക്ക് ഉജ്ജ്വലനിലേക്ക് വരാം. ഡയറക്റ്റഡ് ആൻഡ് റിട്ടൺ ബൈ ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ ആൻഡ് രാഹുൽ ജി. രണ്ടുപേരാണ് എഴുത്തും സംവിധാനവും ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസ്ഡ് ബൈ സോഫിയ പോൾ. നമ്മുടെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. ഇനി ഞാനൊന്നും പറയാനില്ല. ഇനി ചിലപ്പോൾ അടുത്ത പടങ്ങളൊക്കെ എൻ്റെ യൂണിവേഴ്സിൽ വരാം. മുമ്പുള്ള പടങ്ങളൊക്കെ ചിലപ്പോൾ യൂണിവേഴ്സിൽ ഉണ്ടായേക്കാം. ആ ഒരു സംഭവങ്ങളൊന്നും ഞാൻ ഡീസ് ചെയ്യുന്നില്ല. സോഫിയ പോൾ ആണ് പ്രൊഡ്യൂസർ. റമീസ് മുസ്തഫ മ്യൂസിക്. അതാണ് ആർമീസ് എന്നെന്തോ ആണ് ഷോർട്ടാക്കി കൊടുത്തിരിക്കുന്നത്. റമീസ് മുസ്തഫ എന്നാണ് പേര് മ്യൂസീഷ്യൻ്റെ. സിനിമാറ്റോഗ്രാഫി ബൈ പ്രേം അക്കാട്ട്. നല്ല കുറെ കിണ്ണൻ വിഷ്വൽസ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളെന്താ പറയാ, ഈ കുഞ്ഞിരാമായണ ഗോദാമിന്നൽ മുകളിലേക്ക് കാണുന്ന പോലെ ഒരു എന്താ പറയാ, ഒരു പാരലൽ വേൾഡ്, ഒരു പാരലൽ ഗ്രാമം. മറ്റേ കുറുക്കുമൂല, പിന്നെ എന്തൊരു ദേശം, കണ്ണാടിക്കടവല്ല, കണ്ണാടിക്കല്ലാണെന്ന് തോന്നുന്നു. അതുപോലെ ഇതിലും ഒരു വില്ലേജാണ് പ്ലാച്ചിമൂല എന്ന് പറഞ്ഞ, പ്ലാച്ചിമൂല തന്നെ അല്ലേ ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു വില്ലേജ് കിടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അതിൻ്റെതായുള്ള കുറേ എന്താ പറയുക, ഷോട്ടും കാര്യങ്ങളും, നാടൻ പച്ചപ്പും കണ്ടവും പറമ്പും പഴയകാല വീടും, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ പടത്തിലുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പടം ചില പോർഷൻസിലൊക്കെ മറ്റേ റേഷ്യോ കുറയും. എന്തിനു പറയാൻ, അനമോർഫിക് ആവണ പോലെയൊക്കെ ആയി. പിന്നെയും ഫുൾ സ്ക്രീനായി, പിന്നെ ഇതായി. ഒരു പർട്ടിക്കുലർ മൊമെന്റ്സിലൊക്കെ ആ ഒരു സംഭവം വരുന്നുണ്ട്. ആ ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും അത് നല്ലൊരു സംഭവം തന്നെയായിരുന്നു. പിന്നെ സിനിമാറ്റോഗ്രാഫി ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, ശ്രേയന്തി ഹരിചരൺ. എഡിറ്റഡ് ബൈ ചമൻ ചാക്കോ. അപ്പോൾ സിനിമ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, കണ്ടിരിക്കാം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ഫൺ വാച്ച് എന്ന് ഞാൻ പറയില്ല. ത്രില്ലർ ജോണറാണ് സാധനം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. മറ്റേ എന്താ പറയുക, സൈക്കോ കില്ലറും പരിപാടിയൊക്കെ. നിങ്ങൾ ട്രെയിലർ ഉണ്ടാണെങ്കിൽ ഒരു പോസ്റ്റർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സൈക്കോ കില്ലർ ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അത് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ സിനിമയിൽ പോലും കാണിക്കുന്നുണ്ടാവില്ല എന്നൊക്കെ ഉള്ള ഓരോ തോന്നലുകളാണ്, എനിക്കുണ്ടായ തോന്നലുകളാണ് ഞാൻ നിങ്ങളിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട്, എന്ന് വെച്ചാൽ ഒന്നും അറിയാതെ പോയി കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. അഭിനയിച്ചിരിക്കുന്നവർ ധ്യാൻ ശ്രീനിവാസൻ, നമ്മുടെ വീക്ക്ലി സ്റ്റാർ ധ്യാൻ ശ്രീനിവാസനാണ് ഇതിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. സത്യസന്ധമായിട്ട് പറയാമല്ലോ, പുള്ളിക്കാരൻ കുറെ കാലങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസന്റെ സിനിമയ്ക്ക് ശേഷം ഇപ്പോഴാണെന്ന് തോന്നുന്നു പ്രോപ്പറായിട്ട് ഒരു അത്യാവശ്യം തെറ്റുകേടൊന്നും ഇല്ലാത്തൊരു സ്ക്രിപ്റ്റ് എടുത്ത് ചെയ്യുന്നത്. സിജു വിൽസൺ കിടിലൻ റോളായിരുന്നു. മറ്റൊരു ഫൈറ്റ് സീക്വൻസും ഉണ്ട്, അത് കിടിലനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പുള്ളിയാണെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു പോലീസ് റോളിന് പക്ക ആപ്റ്റ് പരിപാടി ചെയ്തത്. കോട്ടയം നസീറുണ്ട്, റോണി ഡേവിഡ് ഉണ്ട്, സീമ നായറുണ്ട്. പിന്നെ നമ്മുടെ കുഡോസ് മീഡിയയിലെ 4 മച്ചാന്മാര് അവരങ്ങനെ പറിച്ചെടുത്ത് സിനിമയിൽ ഇട്ടിട്ടുണ്ട്. അൽ അമീൻ, നിഹാൽ നിസാം, നിബ്രാസ് നൌഷാദ്, മുഹമ്മദ് ഷാഹുബാസ്, 4 പേരും സിനിമയിലുണ്ട്. അതിൽ നമ്മുടെ മെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് കൂടുതൽ സ്ക്രീൻ ടൈം ഉള്ളത് അല്ലമീനും നിഹാൽ നിസാമിനും അവരുടെ രണ്ടുപേരുടെ കഥാപാത്രങ്ങൾ എന്താണെന്ന് പോലും ഞാൻ പറയുന്നില്ല. ബാക്കി രണ്ടുപേർക്ക് നിബ്രാസിനായാലും ഷാഹുബാസിനായാലും റോളുണ്ട്, നല്ല റോളൊക്കെ തന്നെയാണ്. ബട്ട് കുറച്ച് സ്ക്രീൻ ടൈമും കുറവാണ്. അതൊരു പ്രശ്നമല്ലേ. ഫസ്റ്റ് പടത്തിൽ 4 പേരെ കൂടെ ഒരുമിച്ച് അവർ അത്രത്തോളം കഴിവൊക്കെ കൊണ്ട് ഇത്രത്തോളം എല്ലാവരും ചിരിപ്പിക്കാൻ പറ്റുന്ന 4 ഗജഗംഭീര റീലോളീസ് ആയതുകൊണ്ടാണ്, റീലോളീസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, കാരണം കണ്ടന്റ് ഓളീസ് ആയതുകൊണ്ടാണ് അവരങ്ങനെ പറിച്ചെടുത്ത് ഇവിടെ കൊണ്ടിട്ടത്. അതുകൊണ്ട് മച്ചമാര് കിടിലൻ ആയിരുന്നു എന്ന് തന്നെ പറയണം. അവരുടെ ഫസ്റ്റ് പടമൊന്നും തോന്നുകയില്ല, കാരണം അവര് ഫോണിൽ ചെയ്യുന്നു, അവിടെ വലിയ ക്യാമറയായി. ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ അവരുടെ ഒരു സ്പെസിഫിക് കണ്ടന്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയോ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല പിടിച്ചേക്കണേ. പടം പ്ലോട്ട് വൈസ് തന്നെ അങ്ങനെ പോകുന്നുണ്ട്. അത് ഒട്ടും ഡ്രാഗ് അടിപ്പിക്കാതെ തന്നെ തുടക്കത്തിൽ തന്നെ
തുടങ്ങുന്നതല്ല, പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങനെ കഥയിലോട്ടിറങ്ങാണ്. കൂടുതൽ ചകച്ചിലും മാന്തലും അതൊന്നുമില്ല, നേരെ കഥയിലോട്ടിറങ്ങാണ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര എന്ന് വെച്ചാൽ എൻഗേജിങ് തന്നെ ആയിരുന്നു. ബട്ട് സംഭവ വികാസങ്ങളൊന്നും ഇല്ലടേ, ചുമ്മാ ഇങ്ങനെ കണ്ടോട്ടിരിക്കുക, ഇനിയിപ്പോൾ എന്തരാവെന്തോ അങ്ങനെയുള്ള മൈൻഡിലാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞത്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കുമാണ് എനിക്ക് കുറച്ചും കൂടി ഞാൻ ഒന്ന് ദിസ് ഇസ് ഗ്രിപ്പിംഗ്, ദിസ് ഇസ് എൻഗേജിങ് എന്ന് എനിക്ക് തോന്നിയത് സെക്കൻഡ് ഹാഫിലാണ്. അതൊരു കുറച്ച് സീക്വൻസസ് ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ മുൾമുനലിരിക്കുന്ന പോലെ നമ്മളിങ്ങനെ നോക്കും, എന്താണ് ഇങ്ങനെ കൈയൊക്കെ ഒടിച്ച് എന്തോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആ ഒരു സംഭവം അവര് എന്താ പറയാ, ആ ഒരു ആങ്സൈറ്റി, ക്യൂരിയോസിറ്റി ഒക്കെ നമ്മളിൽ നല്ല രീതിക്ക് അവർ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കുറേയൊക്കെ വർക്കായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വില്ലനെ കാണിക്കുകയാണെങ്കിലും വില്ലന്റെ ബാക്ക് സ്റ്റോറി കാണിക്കുകയാണെങ്കിലും അതൊക്കെ എന്താ പറയാ, അതിലൊന്നും എനിക്ക് വലിയ കാര്യമൊന്നും തോന്നിയില്ല. പക്ക പഴയ ജപ്പാൻ മെയ്ഡ് സാധനം തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും കണ്ടിരിക്കാവുന്നുള്ള ഒരു പടം, അത്യാവശ്യം ഗ്രിപ്പിംഗ് ഒക്കെ ആയിട്ടുള്ള നമുക്കിങ്ങനെ ചുമ്മാ കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. ഇപ്പോൾ ത്രില്ലർ ജോണർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം പറഞ്ഞ അവിടെ ഏതായിരിക്കും? ഇന്നാളിറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി നല്ല ത്രില്ലറായിരുന്നു. പണ്ടത്തെ 5-ാം പാതിര അടിപൊളി ത്രില്ലർ മൂവിയായിരുന്നു. മെമ്മറീസും പറയണ്ട, മെമ്മറീസ്, മുംബൈ പോലീസ്, അങ്ങനെ കുറേ പടം ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ എടുത്തെടുത്ത് പറയാനുള്ള ഇങ്ങനെ കിടിലൻ ത്രില്ലർ മൂവീസ് വേറെ കുറേ ഉണ്ട്. അപ്പോൾ അതാണ് ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനായിട്ട്. അധികം വലിയ കെട്ടുമാറാപ്പോ ഒന്നുമില്ല, മറ്റേ ഗജഗംഭീരം ബ്രഹ്മാണ്ടം ആ ഒരു ലെവലൊന്നും അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്ത് പോകണ്ട. വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ സിനിമേന്റെ കഥകളും കാര്യങ്ങളും ഒന്നും തലയിൽ ചിന്തിച്ചുകൊണ്ട് ഈ ക്യാരക്ടേഴ്സ് വരും എന്ന് പറഞ്ഞ ഒന്നും പോകരുത്. പക്ക എന്താ പറയുക, ഒരു ക്ലീൻ മൈൻഡായിട്ട് അങ്ങ് പോവുക, എന്നിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് എനിക്ക് ഫസ്റ്റ് ഹാഫിനെ കണ്ട് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട. എനിക്ക് സെക്കൻഡ് ഹാഫ് ആയിരുന്നു. എൻ്റെ വേറൊരു ഫ്രണ്ട് കണ്ടിട്ട് വിളിച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം എൻഗേജിങ് ആയിരുന്നു, കുറേ കോമഡിയൊക്കെ വർക്ക് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ ഭയങ്കര ഓവർ സ്ട്രെച്ച്ഡ് ആയി തോന്നി എന്ന് പറഞ്ഞു. ബട്ട് എനിക്ക് ഈ കോമഡീസ് ഒന്നും വലുതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കോട്ടയം നസീർ ഇക്കേൻ്റെ കുറച്ച് സാധനങ്ങൾ മാത്രം ഇവിടെ കയറ്റി കൊള്ളാമെന്ന് തോന്നി. അല്ലാതെ ഈ ഇപ്പോൾ അല്ലമീൻ്റെ ആണെങ്കിലും നിബ്രാസിൻ്റെ ആണെങ്കിലും ഇവരൊക്കെ ആ റീലിൽ നമ്മൾ കണ്ട് കുറേ ചിരിച്ചുകൊണ്ടായിരിക്കും. അവർക്ക് ഇതിലോട്ട് വന്നപ്പോഴത്തേക്കും അധികം ചെയ്യാനില്ലാത്ത പോലെ എനിക്ക് തോന്നിപ്പോയി. ബട്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ക്യാരക്ടേഴ്സിന് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് കോമഡി ലെവലിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് അത്ര കോമഡി ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. പലരും ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ചില പോയിന്റിലൊക്കെ ഈ ഒരു സാധനം വരും. പക്ഷെ അങ്ങനെ മറ്റേ സ്ലാപ്സ്റ്റിക് പോലെ മറ്റേ കൈയടിച്ചിരുന്ന് ചിരിക്കാൻ പറഞ്ഞ പടക്കളം ലെവലിൽ നിന്നൊന്നും ഞാൻ പറയുന്നില്ല. കോമഡീൻ്റെ കാര്യത്തിൽ ഒരു നല്ലൊരു ത്രില്ലർ മൂവി കണ്ടിരിക്കാന്നുള്ള ഒരു 1 ടൈം വാച്ചിനുള്ള ഒരു ത്രില്ലർ മൂവി ആയിട്ട് നമുക്ക് ഇതിനെ കണക്കിലാക്കാം. ഇപ്പം ഇന്നത്തെ 2 പടവും കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതാണ്? ജൂണിൽ തഗ് ലൈഫ്, പിന്നെ ബാക്കി എനിക്ക് അറിഞ്ഞോളൂ, ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പം ശരി, ദാറ്റ്സ് ഓൾ വിത്ത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. കണ്ടു നോക്കിയിട്ട് പറയട്ടെ.